ആ റഫീഖേ, പിന്നെ ആചാര്യം ഇറങ്ങിയില്ലേ? അല്ല ഇന്നിപ്പോ എങ്ങോട്ട് പോവാണ്ടോ? എന്തേലും പറഞ്ഞു എന്നോട്? ഇന്ന് കമ്പനി പോകണമെന്ന് പറഞ്ഞു രാവിലെ തന്നെ. ആ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അറിയില്ല. പറമ്പിലാണ് ഈ പണിക്കാർ വന്നങ്ങണ്, തേങ്ങ ഇടാണ്ട്, അപ്പുറത്ത് വേറെ പണിയുണ്ട്. ആചാര്യം ഒന്ന് വന്നാലേ ഇപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടിക്ക് എന്താ നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ പോയിരുന്നു? ആ അതൊക്കെ സുഖമായിക്കണ്. അതിപ്പോ നല്ല ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് അതൊക്കെ സുഖമായി. ആരൊക്കെ ഇത് ചായ കുടിച്ചോ കുട്ടികള്? സൈക്കിളും കമ്പനിക്ക് പോവാണെങ്കിൽ ഞങ്ങളും ഉണ്ട് കേട്ടോ. അതെ, നിങ്ങളിപ്പോഴൊന്നും പോരണ്ട. ഇപ്പച്ചി എപ്പോഴാ വരുന്നു വെക്കുക? ഇപ്പച്ചിയോട് ചോദിച്ചിട്ട് പോവാട്ടോ. നിങ്ങളെ രണ്ടാളെയും കൊണ്ടുപോകും. ആ അല്ല സുലൈമാനെ, നമ്മളെ അതിന്റെ കാര്യം എന്താ? ഇപ്പോ ഒരാഴ്ചയും കൂടി സമയം കൊണ്ടാ. കുട്ടിയൊക്കെ ആസ്പത്രിയിലായിട്ട് അവിടെ ഇവിടെ പൈസക്ക് ഒരുപാട് ചെലവ് വന്നു. അതുകൊണ്ടാണ്. സുലൈമാനെ, 10-18,000 ഉറുപ്പിക എനിക്ക് തരാണ്ട്. ഇത് പലപ്പോഴായിട്ട് ഞാൻ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഗജ്ജ് മലത്തും പലതും പറയും. തൽക്കാലം എന്റെ പരിപാടി നിർത്തിക്കളാം, എന്നിട്ട് ഇറങ്ങിക്കാം. ഞാൻ ഈ സെറ്റ് ഇടാൻ പോവാ. ബാബാ ഇടുവാ. ചന്ദ്ര, ഒരു അരമണിക്കൂർ സമയം കൊണ്ടാ. ഞാൻ അപ്പ വരാം. ആചാരക്കജ ഇവിടെ? ആചാരക്കജ അല്ല എന്താ കാര്യം? ചെറിയൊരു പ്രശ്നമുണ്ട്. ആചാരാക്കൻ ഇന്ന് കാണണം. നിങ്ങൾ പോയിട്ട് ഇപ്പച്ചിനൊന്നും വിളിച്ചാന് ഒരാൾ കാണാൻ വന്നോണെന്ന് പറഞ്ഞാലിട്ടാ വേഗം ചെല്ലേ. എന്താ സുലൈമാനെ? ആചാരാക്ക, ആ ചന്ദ്ര പീടികയിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതെന്തിനാ എന്റെ പീടിയിൽ വന്നൊക്കെ കണ്ടോ പ്രശ്നം ഉണ്ടാക്കണ്ട്? എന്താ കാരണം? ആചാരാക്ക, ഞാൻ ഓൻ്റെ ഇന്നൊരു 20,000 ഉറുപ്പ്യ വാങ്ങിയിരുന്നു. കച്ചവടത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങാനേ ഒരു 10,000 ഉറുപ്പ്യ ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ 18,000 ഉറുപ്പ്യ ഉണ്ടെന്ന് അവൻ പറയണത്. നിങ്ങളതൊരു തീരുമാനത്തിലാക്കി തരി. കട പൂട്ടി പോയിക്കോളാൻ അവൻ പറയണത്. ആ ചന്ദ്രന്റെ ഒന്നാ പൈസ വാങ്ങിക്കണ്ടല്ലേ? ഓനെന്താ വട്ടിയോ ബ്ലേഡോ അങ്ങനെ എന്തൊക്കെ ഒരു പരിപാടി എന്നാ കേട്ടത്. ഇതിന് മുമ്പ് 1-2 ആൾക്കാർ വന്നില്ല പോകുമ്പോഴൊക്കെ അവിടെ ഓൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട്. ശരി, ഏതായാലും ഞാൻ ഇറങ്ങാം. അല്ല സുലൈമാനെ, ഇജല്ലാതെ ആ ചന്ദ്രന്റെ അടുത്ത് കായ് വാങ്ങാൻ പോവാ. ഓനെ ആൾക്കാരെ കൗത്തിറക്കാൻ നടക്കല്ലേ? അല്ല റഫീഖ, ഇന്നാള് ഇതേ കേസ് പറഞ്ഞ് 2 ആൾ കൂടെ ആചാരാക്കാൻ്റെ അടുത്ത് വന്നില്ലേ? എനിക്കറിയില്ല ഇപ്പൊ ഇത്. ഇജ് വല്ലാത്തൊരു സ്ഥലത്ത് തന്നെ പോയി പെട്ടെ. ഈ നാട്ടില് വേറെ എത്ര ആൾക്കാരുണ്ട്? 1-2 കേസ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അതിന്റെ പിന്നെ പുതിയൊരു ചൊറ വരുന്നത്. ഈ സുലൈമാക്ക് വേറെ പണിയില്ല. നിങ്ങളല്ലാതെ അങ്ങനത്തിലൊക്കെ തലച്ചെടുക്കോ? സുലൈമാനെ നടക്കുന്നാല്. റഫീഖേ, വണ്ടി എടുക്ക്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ജി സാഹിബേ, ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വരെ എങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. എവിടക്കപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിക്കണു? ഞാൻ ഇപ്പം എന്നോട് ആ കമ്പനിത്തെ കാര്യം കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നേന്നു. അത് സുലൈമാന്റെ ചെറിയൊരു കാര്യമുണ്ട്, അവിടെ ഒന്ന് പോയേരാച്ചട്ടെ. എന്നാ വാ, നമ്മൾ ഇത് കഴിഞ്ഞിട്ടേ കണ്ടിരിക്കാം. വാ റഫീഖേ. അത് ശരി, പൈസ ആയിട്ട് വരുന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അപ്പൊ എന്താ ആചാരായിട്ട് വന്നത്? എന്താ ചന്ദ്ര സുലൈമാനായിട്ടുള്ള പ്രശ്നം? എന്തായാലും കാര്യം? ആചാരാക്ക, ഞാൻ ഓന് കച്ചവടം നടത്താൻ വേണ്ടി കുറച്ച് കായ് കൊടുത്തു, ഒരു 10-20,000 ഉറുപ്പിക. അത് തിരിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഓനോട് ചോദിക്കും. ഓൻ എപ്പ ചോദിച്ചാലും കായ് തരൂ. എത്ര പ്രാവശ്യം ഞാൻ ഈ കടയ്ക്ക് കയറി ഇറങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് അറിയോ? ഇന്ത്യക്ക് ഓനോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഷർട്ടാണ് താത്ത, ഇത് ഞാൻ നടത്തിക്കൊള്ളു, അതേ നടക്കുള്ളൂ. അല്ല ഞാൻ എന്താ ചെയ്യാ? എത്ര പ്രാവശ്യം ഓനോട് കായ് ചോദിക്കാം? അത് ചന്ദ്ര, ഓന്റെ ഒരു മെഷീയത്തിന്റെ കാര്യല്ലേ? ഷട്ടറൊക്കെ താത്ത പറഞ്ഞാൽ മോശമല്ലേ? എത്ര സുലൈമാൻ അവന് കൊടുക്കാനുള്ള പൈസ? ആചാരാക്ക, 20,000 ഉറുപ്പ്യ വാങ്ങിയിരുന്നു. 10 ഉറുപ്പ്യ ഞാൻ കൊടുത്തു. ഇനിയും 18 ഉറുപ്പ്യ ഉണ്ടെന്ന് അവൻ പറയുന്നത്. ചന്ദ്ര, 20,000 ഉറുപ്പ്യ വാങ്ങിച്ചു, അതിക്ക് 10 അവൻ തന്നു. അപ്പൊ ഇനി 18,000 ഒന്ന് ചോദിക്കല, ഒരു 15 ഉറുപ്പ്യ അവൻ തരും. അതെന്നാ സുലൈമാനെ കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാം. അതിപ്പോ ഏതായാലേ സുലൈമാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണല്ലോ. ചന്ദ്ര, ഒരു 15,000 ഉറുപ്പ്യേ കയ്യിലൊന്ന് വാങ്ങിക്കോ. വാ മജീബേ, പോവാ.
എന്താടാ സുലൈമാന്റെ കാര്യം? ഒന്നും പറയണ്ട. ആ സുലൈമാൻ ആചാര്യം വിളിച്ചു കൊണ്ടുകൊണ്ട് കോംപ്രമൈസ് ആക്കി. ഇപ്പൊ എന്തായി? 3000 ഉറുപ്പ്യാണ് വെള്ളത്തിലായി. അത്ര തന്നെ. അത് ശരി. ഓ തീരെ വന്ന് വണ്ടാറടിക്കോ? 2-3 പ്രാവശ്യമായി നമ്മുടെ കാലിൽ ഇടപെട്ടിട്ടുണ്ടോ നമ്മളെ ഇടങ്ങാറാക്കണം. നാട്ടുപ്രമണോടെ കാലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓന്റെ പേരേക്ക് പോകാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഹുസൈനക്ക, നിങ്ങൾ ആചാര്യോട് പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിൽ ഇങ്ങനെ പിന്നെ കാസറ്റ് പാരണ്ടെന്ന് പറയും. ഇപ്പൊ അയാൾ കാരണം 3000 ഉറുപ്പ്യാണ് അവിടുന്ന് പോയത്. 15000 ഉറുപ്പ്യ വാങ്ങാൻ അവിടെ ചെല്ലാൻ എന്നോട്. അങ്ങനെ മനസ്സിലായോ? ഇക്കണക്കിന് പോയാൽ നമ്മളെ ഏർപ്പാട് കൂട്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും നാട് വിടേണ്ടി വരും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓരോ ലക്ഷണം കെട്ട സാധനമാണ്. വെറുതെ തന്നെ പെണ്ണുങ്ങൾ നടുവിനോടെ കിടക്കുന്നത്. ഏത് സമയം പോലെ പോകുന്ന പോയി കാണാം. എടുക്കേണ്ടി പോയി. മുജീബാക്കും കുറച്ച് ആൾക്കാരും വന്നേന്ന് അവരും ഉപ്പച്ചിനും കൊണ്ടുപോയി. ആ കോമു, ഏ ആ ക്വാർട്ടേഴ്സിലേ ആ. ഉള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞൂണേ, ആ. അവിടെ ഉള്ള ഓടൊക്കെ അവിടുത്തെ തേങ്ങ വീണാണ്ട് കേട് വന്നുകൂണു. ആ അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ട്. അതിനെ ഇന്നിപ്പോ തേങ്ങറിന് ആൾക്കാർ വന്നുകൂണോ അവിടെ? ആ ഞാൻ ഓലെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തോളാം കേട്ടോ. അതൊക്കെ ടീച്ചോളാം. ആയിക്കോട്ടെ. പിന്നെ നമ്മൾ സേനത്തിനെ നോക്കാനൊരു പെണ്ണിനെ കിട്ടണ്ടിരുന്നു. അപ്പൊ ഈ 2-3 ആൾക്കാർ ഇവിടെ വന്നു നോക്കി. ആയിട്ടൊക്കെ ഒന്നും ഓൾക്ക് ഉത്സവത്ത് പോരാ. ഇനി നല്ല വല്ല ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞയച്ചിക്കൊണ്ടിച്ച് ഒന്ന് നോക്കോണ്ടി. ആയിക്കോട്ടെ. എന്താച്ചാലേ ഓളെ കാര്യങ്ങൾ നോക്കാൻ ഞമ്മക്ക് വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ ഓൾക്കും ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും വേറെ വെള്ളിച്ചം കാട്ടണമെങ്കിലും ഒക്കെ ഒരാള് വേണ്ടേ. ഈ ചെറിയ കുഞ്ഞു പൈതങ്ങളെ കൊണ്ട് അതൊന്നും കഴിയൂലല്ലോ. അതുകൊണ്ടാണ്. ആരെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കോണ്ടി. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ ഇവിടെ ഉള്ള പണിയൊക്കെ പിന്നെ റംലത്ത് വന്നാണ്ട് കൊറേ ചെയ്ത് തീർക്കുവേ. വരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടു. ഇച്ചിപ്പോ ഈ കുട്ടീന്റെ കാര്യാണേ. അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ബേജാറാണ്ട. ഞാൻ നോക്കാട്ടെ കേട്ടോ. ആയിക്കോട്ടെ. എന്നാ ഞാൻ ഒന്ന് പുറത്തിറങ്ങിട്ട് വരാം. തേങ്ങ ആൾക്കാരൊക്കെ വന്നിങ്ങനെ പോയോ. കോട്ടേഴ്സിന്റെ കാര്യം മറക്കല്ലേ. അത് ഞാൻ നോക്കിക്കോളാം കേട്ടോ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്നാ ശരി. പച്ചി ചായ കുടിച്ചാണ്ടാ പോയിക്കണത്? ഉമ്മാന്റെ കുട്ടികൾ എന്തെങ്കിലും കഴിച്ചോ? ഞങ്ങളൊക്കെ കഴിച്ചു. സിനുവാ എന്തമ്മാ? ഉമ്മാന്റെ കുട്ടിയെ രാവിലത്തെ മരുന്നെടുത്ത് കുടിച്ചേക്കണോ? ഇല്ലമ്മ, ഞാൻ കുടിച്ചിട്ടില്ല. കുടിച്ചോളേ. ഉമ്മാന്റെ കുട്ടിയെ വേഗം പോയാണ്ട് ആ മരുന്നെടുത്ത് കുടിച്ചാണി. ഇല്ലെങ്കിലേ റെയിം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മാക്ക് അയക്കാർ അതിന്റെ ചീത്ത മൊയ്മനും കേൾക്കുക. ഉമ്മാന്റെ കുട്ടി വേഗം മരുന്നൊക്കെ കുടിച്ചത് ഭേദായാലല്ലേ ഇതിലൊക്കെ നടക്കാൻ പറ്റുള്ളൂ. ഉമ്മാന്റെ കുട്ടിക്ക് ഈ കുട്ടികളെ എത്ര വേണ്ട പിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. 2 മാസം കഴിഞ്ഞാൽ ഓരോ സ്കൂളിൽ തുറക്കും. അപ്പൊ ഉമ്മ ഉണ്ട് കോമൂനോട് ഒരു ആളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഓന് കൊണ്ടുവരട്ടെ. അവന്റെ കുട്ടി വേഗം പോയാണ്ട് ആ മരുന്നെടുത്ത് കുടിച്ചാ ചെല്ലേ, അല്ലാതെ ശരിയാവൂല കുഞ്ഞോ. 6-7 കൊല്ലായില്ലമ്മ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനൊന്നും പറയല്ല മോളെ. അങ്ങനൊന്നും പറയണ്ട. മരുന്ന് കുടിച്ചാ ഭേദാവുന്നല്ല എന്നോട് ഡോക്ടർ പറഞ്ഞത്. ഇനി പടച്ച റബ്ബിനോട് നമ്മള് ഡോരക്കുക, അല്ല പെത്ത നമുക്ക് കഴിക്കുക. ഉമ്മാന്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മരുന്ന് നല്ല ശരിക്കും കുടിച്ചാൽ മാത്രം മതി. ഞാൻ എന്തിനാ വന്നിന്ന് റഹീമ, മറ്റേ ലത്തീഫ് ഇങ്ങനെ തിരക്കൂട്ടുണ്ട്. കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും ഇതിനൊക്കെ. ഇജ്ജ് 1 മാസവും ചില്ലറയായപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ഈ അടുക്കും തിരക്കൊക്കെ ഒന്നും ഇങ്ങോട്ട് വാ. എനിക്കിപ്പോൾ ഇവിടെ അതിനൊക്കെ നേരം ഓരോരുത്തരുടെ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി അടുക്കുക എന്നല്ലാതെ കുറച്ചൊക്കെ ഔലാലൊരു കാര്യത്തിന് ഒക്കെ ഒന്ന് ഇതാവേ, അല്ലല്ലോ ഇപ്പം ശരിയാവുള്ളൂ. ഓരോരോ ചുറ്റുപാട് മുജീബ്. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ ആ ദേവർസോലേ നമ്മളെ എസ്റ്റേറ്റ് ഉണ്ടല്ലോ അവിടെ ഒന്ന് പോകേണ്ടി വന്നു. റഫീഖും കോമുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കമ്പനിയിലെ കാര്യം നോക്കാൻ പറ്റില്ല. ലത്തീഫൊക്കെ ഇല്ലേ. ഏതായാലും ഇൻഷാ അല്ലാ നാളെ ഞാൻ പറ്റിക്കാണ്ട് വരാം. ഒന്നായിക്കോട്ടെ, നാളെ അങ്ങോട്ട് വാ ഏട്ടാ. ഒന്ന് വന്നുകാണ്ട് പൊയ്ക്കോ. പിന്നെ ഇപ്പം സീനത്തിൻ്റെ പാട് ഡോക്ടറെ കാണിച്ചോ? ഇനിയിപ്പോൾ എന്നാ പോകണു? സീനത്തിൻ്റെ മരുന്ന് അങ്ങനെ കുടിച്ചുകൊണ്ടോള്. മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കോയമ്പത്തൂർ ഒന്ന് ബുക്ക് ചെയ്തോളും. അടുത്ത ആഴ്ചയായിട്ട് ഒന്ന് പോകേണ്ടി വരും. കോമക്ക, നിങ്ങൾ ഉമ്മാനോട് വെള്ളം എന്തെങ്കിലും കൊണ്ട് എടുക്കാൻ പറഞ്ഞാണ്. വേണ്ടേ, ഞാൻ പോവാണേ കേട്ടോ. ഞാൻ പോവാണ്. അവിടെ ലത്തീഫിൻ്റെ അവിടെ കാത്തിക്കാണ്. പോവാ. ഓൻ വിളിച്ചിരുന്നു കേട്ടോ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. പിന്നെ ആചാര്യ, ആ തേങ്ങ ഇടുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. ഓല പറമ്പിൽ ഇടുന്നുണ്ട്.
പിന്നെ ഉമ്മ പറഞ്ഞാ കോട്ടേഴ്സിൽ ആ തേങ്ങ കൂടി ഒന്ന് ഇടിച്ചാൻ പറഞ്ഞു. അത് തേങ്ങ വീഴാണ്, കുട്ടികളെ തലയോടൊക്കെ വിടുന്നത് വലിയ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഓല അതൊന്നും കൂടി കാണിച്ചു കൊടുക്കട്ടെ. പിന്നെ നമ്മളെ താത്താനെ നോക്കാൻ ഒരാളെ വേണമെന്ന് ഉമ്മ പറഞ്ഞു. അപ്പോൾ ഞാനും റഫീഖ് കൂടി ഒന്ന് പോയി നോക്കിയാലോ? അത് പോകുമാക്ക ഏതായാലും നിങ്ങളൊന്ന് നോയിക്കളേ. നമുക്ക് പറ്റിയൊരു കുട്ടികളെ ആരെങ്കിലും കിട്ടുകയാണെങ്കിലേ പെരയിൽ താമസിക്കാൻ പറ്റിയ ആൾക്കാരെ കൊടുന്നാൽ മതി കേട്ടോ. ആയിക്കോട്ടെ, പൈസ നമുക്ക് എന്താ വെച്ചാൽ കൊടുക്കാം. ആളിയാവ് ഭാഗത്ത് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടു. ഞാൻ എന്നാ റഫീഖിനെ കൂട്ടി ഒന്ന് പോയി നോക്കട്ടെ. അവിടെ ഒന്ന് പോയി നോക്കിക്കളയുന്ന. ആയിക്കോട്ടെ. കാക്കങ്ങൾ എവിടുക്ക പോയിന്നു? കുട്ടികൾ പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് പോയിന്ന്. മുജീബാക്ക് വന്നിരുന്നല്ലോ, പോയോ? ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ലടി. സുലൈമാന്റെ വീടിലെത്തും പോയത് ചെറിയൊരു കാര്യം ഉണ്ടായി. മുജീബാക്കാണ് പോയി, എന്തോ അർജന്റ് ഉണ്ട് പറഞ്ഞതാണ്. ഇത് ഞാൻ മരുന്നൊക്കെ എടുത്ത് കുടിച്ചില്ലേ, ആ മരുന്ന് കഴിച്ചും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഉമ്മ എടുത്തോ? ഉമ്മ അങ്ങോട്ട് പോയിക്കാണ് കാക്കോ. എന്നിട്ട് അപ്പൊ മരുന്നൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു ചടപ്പാണ്. ഈ കുട്ടികൾ സ്കൂൾ തുറന്നാ പോയി കഴിഞ്ഞാ പിന്നെ ആകെ ഒരു ഇടങ്ങാറാ. ഇപ്പൊന്ന് വെച്ചാല് ഓരുള്ളൊരു സമാധാനം ഉണ്ട്. ഓരും കൂടെ പോയാ പിന്നെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. എന്ത് ചടപ്പെന്നാ പറയുന്നത്? അത് എങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് എനിക്ക് തോന്നുക. ഞാൻ ഏതായാലും കോമാക്കോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പെരയെ നിൽക്കാൻ പറ്റിയ ഒരാളെ നോക്കാൻ കേട്ടോ. അത് രണ്ടാള് വന്ന് എനിക്ക് വിശ്വാസം കൊണ്ട് ജനല പറഞ്ഞയച്ചേ. പിന്നെ അടുത്ത ആഴ്ച ചെയ്താലും നമുക്ക് കോയമ്പത്തൂർ ഒന്ന് പോകണം, ബുക്ക് ചെയ്തു പോകണം. എനിക്ക് ആ നിരാശക്ക് ഒന്ന് ആദ്യം ഒഴിവാക്കണം. സീനത്തെ മാവൂല എന്നല്ല തോന്നലാണ്, മാറ്റേ മാറും ഇൻഷാ അല്ലാഹ്. അല്ലല്ല വലുത്. മനുട്ടി എന്നാണ്ട് ചോറ് കഴിച്ചാ? അമ്മ അവിടെ ചോറ് കണ്ടു വെച്ചിരുന്നു. റംലൊന്നും വന്നിട്ടില്ലേനമ്മ? ഓള് വന്ന് ചോറും കൂട്ടാനൊക്കെ വെച്ചാണ്ടാ പോയിക്കണേ. മിന്നോ ശരിന്നാ വരി. സുബൈദ, ഈ മോന്തി നേരത്തെ പോണമ കളിച്ചോണ്ടിക്ക. ആ അടുക്കളയിലാണ് ആ പാത്രം മോരാൻ കിടക്കുന്നത്. നിസ്കരിച്ചു. ആ ഇമ്മ, ഞാൻ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഇവിടെ. പാത്രമൊക്കെ പിന്നെ മോറ. ഇനി സമയമുണ്ടല്ലോ, ഉണ്ടാ. അല്ലേടി, കുഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, അതിന്റെ ഇടയിൽ എപ്പിളിയിലോ അങ്ങോട്ട് കയറി വന്നീനോ? കുഞ്ഞി നിങ്ങളെ മകന്റെ വർത്താനം തന്നെ കേക്കണ്ട. നമ്മള് കൊഞ്ചിച്ച് ഏതായാലും എങ്ങനെ നടക്കണ അവച്ചറിയില്ല. കുഞ്ഞ് ചോറ് വെച്ചിക്കണാവല്ലേ ഉച്ചക്ക്? വരുന്നു കുഞ്ഞി. അല്ല, അമ്മാന്റെ കുട്ടി എങ്ങോട്ടാ തെണ്ടി തെണ്ടി നടക്കണത്? ഈ പേരേത്ത് ഒരു കാര്യത്തിന് എന്നെ കിട്ടണില്ലല്ലോ. തെണ്ടി തിരിഞ്ഞാണ്ട് നടക്ക്. ഞമ്മളെ കടക്കെ വീട്ടാൻ പോവല്ലേ, ഒരു കമ്പനി ചേർന്നില്ലേ MLM. എന്താണ് ഇനി മുതൽ നമ്മളെ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ പോവുക. വിമാനത്തില് വിദേശ രാജ്യം വരെ പോവും. ഇന്ന ആൾക്കാർ കോട്ടിട്ട് സാറേന്ന് വിളിക്കും. നിങ്ങളെ മോ ചില്ലറക്കാരനല്ല, മനസ്സിലായിക്കോളൂ നിങ്ങള്. കഴിച്ചിലാൻ പോയി നമ്മളെ. അമ്മാന്റെ കുട്ടിക്ക് ഒരു കമ്പനിയും ഒന്നും മാണ്ടില്ലേന്നു. മര്യാദക്ക് ഒരു പണിക്ക് പോയങ്ങാണ്ട് 2 ഉക്കാലുണ്ടാക്കിങ്ങാണ്ട് എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേ. ഇമ്മാക്കൊരു പാത്ത് കുത്തിരിക്കാന്. ഇനി എന്ത് കട്ടക്കാരാ കൊണ്ടുണ്ടാവും അമ്മ? നിങ്ങൾ കുടുംബശ്രീ ഇനി ലോണിട്ട് നിങ്ങൾക്ക് ഉള്ള പൈസ ഒക്കെ പാടെ കൊണ്ടേ കൊടുത്തോളൂ നിങ്ങള്. അല്ല സുബേദ, ഓനെ അങ്ങനെ ആക്കൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിൽ ഒരു ആൺകുട്ടിയല്ലേ, ഓൻ എന്തെങ്കിലുമൊക്കെ ഒരു വജ്ജ് കണ്ടിട്ടുണ്ടാവും. തെത്തപ്പെടുമ്പോ പറഞ്ഞത് ഒരു കാര്യം അറിയാതെ പറയാം. നമ്മള് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങണം, രണ്ടാളപടി ഓല് രണ്ടാളപടി കായ് നമുക്ക് വെറുതെ അങ്ങനെ വരേക്കാരം. ഒരു കഥ ഇല്ലാത്ത വർത്താനം പറയും. കുറച്ച് സാധനം വാങ്ങണം, അതിന് കുറച്ച് പൈസ വേണം. അതത്ര വലിയ സംഭവം? എന്തെങ്കിലുമൊക്കെ പറയാം. കായ് ഉണ്ടാക്കണ്ടേ നമുക്ക്? ചുരുക്കി പറഞ്ഞ എനിക്ക് പൈസ വേണം. ഇന്ത്യക്കെന്ന് ഇനി എനിക്ക് പൈസ കിട്ടൂല എന്റെ കുഞ്ഞേ. സുബൈദ, അന്റെ ഒക്കെ ഒരു വളണ്ടല്ലോ, ഇതൊക്കെ ഒരു മാസം കൊണ്ട് ഞാൻ ഉണ്ടായിത്തരും. ഇതൊന്ന് പോയിത്തരാ. അയ്യോടാ, എനിക്ക് ബുദ്ധും കൂടെ തരാൻ മുണങ്ങാന് ആകെ ഒരു വളണ്ട്. ബാക്കിയൊക്കെ കൊണ്ടേ തൊളിച്ചില്ലേ? भाई व्हील फुल टाइट करो, फुल अच्छा। हाँ रेडी, टाइट करो ഫിറോസേ. ഇതിപ്പോ 50 ഒറ്റപ്പാലത്തേക്ക് അയക്കാനുള്ളതാണല്ലോ, അത് റെഡി ആക്കണോ? ആയിക്കോട്ടെ. ഫിറോസേ, ഈ വെസ്പ ഒരു 10 ഓർഡർ ഉണ്ടായിരുന്നല്ലോ നമ്മള് തൃശ്ശൂർക്ക്. ഇവിടെ റെഡിയാണ്. 3 ഗോഡൌണിലുണ്ട്. എറണാകുളത്തെ കൊള്ളതുണ്ട്. തൃശ്ശൂർ കൊള്ളൊക്കെ അവിടെ ഉണ്ട്.
ഇന്നെ അയക്കാളാണ് അതൊക്കെ ആക്കോ ഓക്കെ അല്ലേ? ഇത് അല്ലണ്ട് ശരിയാണല്ലേ? ഈ കാറിൻ്റെതേ ഒരു പാലക്കാട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അതുണ്ട് ഏഹ് അവരുടെ സെറ്റാണ് 20 എണ്ണം. അത് എത്ര ആയിക്കണ്? അത് 15 ആയിക്കണോ? 15 അല്ലേ? 5 ബാക്കി റെഡിയാക്കി തരാം. പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാളല്ലേ? വൈകുന്നേരത്തിന് റെഡിയാക്കി തരാം. നാളെ ലോഡ് പോകുള്ളൂ കേട്ടോ. റെഡിയാവും. ഓക്കെ എന്നാല്. ആ ലത്തീഫ, അത് അയക്കാനുള്ള ലോഡുകളൊക്കെ അയച്ചോ? ഇരിക്ക. ഇതിന് ഹെർക്ലസിന്റെ കമ്പനിക്കുള്ള DD അയച്ചിരുന്നോ? ഹീറോന്റെ പഞ്ചാബിക്ക് ഒക്കെ അയച്ചാണല്ലേ? അതൊക്കെ അയച്ചിട്ടുണ്ട്. നമ്മളെ ഗുജറാത്തുകളിലും അതുപോലെ തന്നെ ചെന്നൈ, പഞ്ചാബൊക്കെ അയച്ചിട്ടുണ്ട്. എല്ലാം ജീവാക്ക റഹീമാജി അങ്ങോട്ട് കാണില്ലല്ലോ. നമ്മളെ കണക്കിന്റെ ഓഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളുണ്ടാകുമ്പോഴൊക്കെ നടക്കുള്ളൂ. പെട്ടെന്ന് വരുവാവല്ലേ? ലത്തീഫ, ഓനിപ്പോ ഇതിന് നേരം ഉണ്ടോ? ഓന് ഈ നാട്ടുകാരെ കാര്യം മദ്യം പറിച്ചിലും അതിന് വണ്ടി അടക്കലും ഇതിന് വണ്ടി അടക്കലും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഓന് നേരം. ഏതായാലും ഇന്നലെ ഞാൻ ഓൻ്റെ വീട്ടിൽ പോയിക്കണു. പോയിക്കാണ്ട് ഇപ്പൊ ഏതായാലും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുവിക്കാരം. എല്ലാ ചേരാ നമ്മൾ ഈ കടയിലേക്ക് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞല്ലോ. ഒരു മാസം കഴിഞ്ഞോ? മുജീബ് ഉണ്ടാകുമ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ലടാ. ഞാൻ അങ്ങോട്ട് വരുമൊന്നും വേണ്ട. ഓ നോക്കിക്കോളൂ. എല്ലാ ചേരാ ഇത് അവനാന്റെ സ്ഥാപനമല്ലേ? നിങ്ങൾ പാർട്ണർഷിപ്പ് ഒക്കെ ആണല്ലോ. പിന്നെ ഹോൾസെയിൽ കടയാണ്. കുറച്ചൊക്കെ അവനാന്റെ കാര്യം അവനെ നോക്കണ്ടേ? അത് റഫീഖേ, ഓന്റെ പാർട്ട്ണർ മാത്രമൊന്നുമല്ല. ചെറുപ്പം മുതലേ ഞങ്ങളെ ഒരുമിച്ച് കളിച്ചു വളർന്ന ആളുകളാണ്. ഓന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയും ബേജാറും ഇല്ല. നേർന്ന് വലൈക്കും സലാം. എന്തൊക്കെ ഉണ്ട് ഫിറോസേ? പേരിലൊക്കെ സുഖം തന്നെ അല്ലേ? മുജിബാക്കല്ലേ അവിടെ? സുഖം തന്നെ. മുജിബാക്കടെ ഓഫീസിലുണ്ട്. അവിടെ പോയിക്കോളി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒന്നല്ലോ. ലത്തീഫേ, മുജീബ് സാഹിബ് എന്തൊക്കെയുണ്ട്? അജയരാക്ക നിങ്ങൾ വന്നാന്നായി. ഞാനിപ്പോ മുജീബക്കാരോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കേനി നമ്മളെ കണക്കിന്റെ ഓഡിറ്റ് ഇങ്ങനെ കൊടുക്കാനായിക്കണ്. നിങ്ങളില്ലാതെ നടക്കൂല. അപ്പൊ നിങ്ങൾ വന്നാ എന്തായാലേ വൃത്തിയായിപ്പോ. അതിനെന്താടാ, മുജീബ് സാഹിബ് നിങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. അതിനിപ്പോ ഞാൻ വരണമെന്നൊന്നുമില്ല. റഹീമ, വെക്കേഷൻ ആയതുകൊണ്ടേ സെയിലൊന്നും കുഴപ്പമില്ല. നല്ല സെയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ 6 ലോഡ് പോകണ്ടേ എറണാകുളം, ഒറ്റപ്പാലം, തൃശ്ശൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഓഡിറ്റിങ് എനിക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടാണ് പോവാം. ഒരു 1.5 മണിക്കൂറോട് പരിപാടി കഴിയൂലേ? എനിക്ക് നേരം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോരോ തിരക്കേക്കാരല്ലോ. എനിക്കിവിടെ ഇപ്പം ഇതിനൊക്കെ നേരം. അത് മുജീബേ, ഇജും ലത്തീഫും കൂടെ ചെയ്താൽ മതി. ഒപ്പിടാൻ വല്ലതും ഉണ്ടെങ്കിൽ ലത്തീഫ് കൊണ്ട് പെരുകി കൊടുക്കും. നേരെ ഇപ്പം നിൽക്കാന് നമുക്ക് നിക്കാനും ഉണ്ട്. ഞങ്ങൾക്കൊരു നിൽക്കാനും പോകണ്ട്. അതിനും കൂടെ ഇറങ്ങിയാണ്. എന്നാൽ ഞങ്ങൾ പോയാലോ? എന്നാ ശരി കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുത്താണ്ടി. ഒക്കെ നനക്കണം. വെയിലിന്റെ ചൂടോണ്ടേ ആകെ കരിയാണ്. റഫീഖേ, അതിന് പറ്റിയ വളമുണ്ടാവും. കൃഷി ഓഫീസിൽ വന്നിട്ടുണ്ടാവും. നമ്മളാ ഒട്ടുമൂച്ചിക്കും ഇതിനൊക്കെ ഉള്ളേ പറഞ്ഞ പോലെ തരും. അസ്സലാമു അലൈക്കും. റഹീമേ, എന്തൊക്കെയുണ്ട് വിശേഷം? വലൈക്കും സലാം. എന്തൊക്കെയുണ്ട് ഹുസൈനെ? എന്നാ പേര് അകത്തേക്ക് ഇരിക്കാം. അത് വേണ്ടേ, നല്ല കാറ്റും വിളിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് പടക്കാം. എന്നിട്ട് എന്താ പ്രത്യേകിച്ച് ഹുസൈനെ? അത് റഹീമേ, ചന്ദ്രൻ നല്ല ചില്ലറ പരിപാടി കണ്ടേ. അവൻ എന്നോട് കാര്യം പറയണ്ടേ. അവൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വരാനും മടി. അപ്പൊ ഞാൻ പറയാം, റഹീമിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ വരാലോ. അങ്ങനെ പോന്നാ. ഇതിനിപ്പോൾ എന്താ ചന്ദന ഇത്ര മടിച്ചാന്? അത് പറഞ്ഞു തീർന്നല്ലേ. അവനോട് പൈസ വന്നാണ് വാങ്ങാൻ പറഞ്ഞല്ലോ. അവൻ്റെ ഏർപ്പാടൊക്കെ പിന്നെ നമുക്കറിയാലോ. അപ്പൊ എന്താ പറയാ, എനിക്ക് ചന്ദൻ നല്ല ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടേ. ഓനങ്ങനെ കഞ്ഞി കുടിച്ചു പോവുകയാണ്. നമ്മളതിൽ ഇടപെടൊന്നും വേണ്ടേ. നമുക്ക് അല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇവിടെ ചന്ദ്ര ചില പറഞ്ഞോടുത്ത് എന്താ വെച്ചാല്, ആചാരെ നിങ്ങൾ നമ്മളെ തെറ്റായിരിക്കരുത്. നമ്മൾ ഓരോരുത്തർ കൈവായ്പ കൊടുക്കും. അപ്പോൾ ഓരോ എന്ത് ചെയ്യും? എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരും. അല്ലാതെ നമ്മൾ വേറെ ഒരു കെണി നമ്മുടെ നാട്ടിലുണ്ടാക്കലില്ല. വേറെ ഒരു പണി അറിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പണി നടക്കുന്നത്. നിങ്ങൾ നമ്മളെ അതിന് വേണ്ടി ഒന്ന് കണ്ണടക്കണം നമ്മളോട്. അത് ചന്ദ്ര,
മനഃപൂർവ്വം തന്നെ നമ്മൾ ഏർപ്പാടിനൊന്നും വിലങ്ങക്കല്ല. നമ്മളിപ്പോൾ ഈ വാപ്പിയും വല്ലിപ്പായിട്ടൊക്കെ ആരെങ്കിലും വന്നിക്കാണ്ട് പറയുമ്പോൾ ഞങ്ങൾ കഴിയണ പോലൊക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് വെച്ചിട്ടല്ല. ആ സുലൈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാവല്ലേ, അപ്പം വന്ന് പറയുമ്പോൾ നമുക്ക് ഇടപെടാക്കാൻ പറ്റുമല്ലോ. ഏതായാലും ആ പൈസയും കാര്യങ്ങളൊക്കെ വന്നിക്കാണ്ട് ചോദ്യം വാങ്ങിക്കാണ്ടി. എന്നാ റഹീമേ ഞങ്ങൾ പോയാലോ? നാളെ പോവാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ ശരി. ചന്ദ്ര അവിടെ എന്നാ എന്താ ചന്ദ്ര അത് എന്തേ എനിക്ക് നാട്ടുകാരെ പരിചയം നടക്കണ നല്ലത് ആ. നയിച്ചെന്നൂടെ അന്റെ പേരിൽ 3ാമത്തെ കേസപ്പാടെ വരുന്നത്. ഇനി അജാതി കേസിട്ട് ഈ പടി കടന്നാണ്ടല്ലോ അന്റെ കാറ്റും കൊല്ലം അടിച്ചാണ് പോയിട്ട്. ആ തന്നെ ഓമക്ക് നിങ്ങൾക്ക് കായല്ലോ മാണ വായ്പായിട്ട് ചിലക്കാണ് പെക്കജ് തന്നെ. ആ കാര്യം